ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കുതിരയുടെയും കഴുതയുടെയും കഥയാണ്. ഒരിക്കൽ ഒരു കുതിരയും കഴുതയും കണ്ടുമുട്ടി. അവർ രണ്ടുപേരും അഭിവാദ്യം ചെയ്തു. കഴുത ചോദിച്ചു, സുഹൃത്തെ, എവിടെ നിന്ന് വരുന്നു? കുതിര മറുപടി പറഞ്ഞു, "ഹും, എന്നെ അറിയില്ലെന്നോ? ഞാൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയാണ്. ഹിന്ദുദേശം മുതൽ യൂറോപ്പ് വരെ സഞ്ചരിച്ച സാരഥി ഞാനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനു മുൻപിൽ ഞാനാണുള്ളത്." ഇത് കേട്ട കഴുത പറഞ്ഞു, അയ്യോ, ഞാനൊരു പാവം മണ്ടൻ കഴുത. ചുമട് ചുമക്കുന്നത് കൊണ്ട് ആളുകൾ എന്നെ വാഹനമായി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ രണ്ടുപേർ എന്നെ കെട്ടഴിച്ചു കൊണ്ടുപോയി എന്റെ പുറത്ത് പട്ടുവസ്ത്രങ്ങൾ വിളിച്ചു. ഈന്തപ്പനയാളുകളും ഒലിവിൻ ചില്ലകളും വസ്ത്രങ്ങളും വിരിച്ച് അവർ വഴിയൊരുക്കി. അപ്പോഴത് കരുണാമയനും ശാന്തനും സൗമ്യനുമായ ഒരാൾ എന്റെ പുറത്ത് കയറി. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് ഒലിവുമലയുടെ അടിവാരത്ത് നിന്ന് ജെറുസലേം വരെ ഞാൻ പോയി. അവിടെ ചുറ്റും നിന്ന ആളുകൾ പാടാൻ തുടങ്ങി, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വഹിക്കുന്നത് രാജാതിരാജനായ ക്രിസ്തുവിനെയാണെന്ന്. ക്രിസ്തുവിനെ വഹിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ നിന്നയും ദുഃഖങ്ങളും എല്ലാം മാറി. കൂട്ടുകാരെ, രാജാതിരാജനായ ക്രിസ്തുവിനെ വഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ നമ്മുടെ നിന്നയും ദുഃഖങ്ങളും എല്ലാം മാറും. താഴ്മയോടെ ഈ ദിനം ദൈവസന്നിധിയിലേക്ക് തന്നെ നമുക്ക് സമർപ്പിക്കാം. എന്നിട്ട് നമുക്കും പാടാം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. താങ്ക് യു ജീസസ്.